സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനെ ഉടനെ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ, പി.കെ. കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ എന്നിങ്ങനെ 4 പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എം.ടി. രമേശ് സംസ്ഥാനത്ത് പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന് അഴിമതിയുടെ ഒരു വിഷയമില്ല. പക്ഷേ പാർട്ടിയിലെ താപ്പാനകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുറപ്പാണ്. പി.കെ. കൃഷ്ണദാസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാര്യമായ പിന്തുണയില്ലാത്ത കൃഷ്ണദാസിന് അധ്യക്ഷ സ്ഥാനത്തെത്തിയാലും പാർട്ടിക്ക് ഗുണകരമാകുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെയുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. എന്തുകൊണ്ടും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ യോഗ്യതയുള്ളത് ശോഭാ സുരേന്ദ്രന് തന്നെയാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. കഴിയുന്നതും വിശദമായി തന്നെ പറയാം. ഒരു എലിക്കെണിയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ. കഴിഞ്ഞ 8 കൊല്ലത്തിലധികമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണം എന്ന പേരിൽ നടത്തുന്ന തേർവാഴ്ച ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. LDF-ൽ പിണറായി വിജയൻ എങ്ങനെയാണോ, UDF-ൽ VD സതീശൻ എങ്ങനെയാണോ, അങ്ങനെയാണ് സംസ്ഥാന ബി.ജെ.പിയിൽ കെ സുരേന്ദ്രൻ. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്നു വരില്ല. CPM എന്ന പ്രസ്ഥാനം തകരാനും പരമ്പരാഗത അണികൾ പോലും പാർട്ടിയിൽ നിന്ന് അകന്നു പോകാനും കാരണക്കാരിൽ പ്രധാനി പിണറായി വിജയൻ തന്നെയാണ്. UDF-ലെ കാര്യമെടുത്താൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തതിനും തമ്മിലടിക്കും കാരണം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പല വിഷയങ്ങളിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിരുന്നു. VD സതീശനാണെങ്കിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കാമെങ്കിൽ പോലും അത് ചെയ്യാതെ ഒരു പ്രസ്താവനയിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അണികളിൽ തന്നെ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ കാര്യമെടുത്താൽ അവസ്ഥ ഇതിലും പരമദയനീയമാണ്. അതേക്കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു വനിതാ നേതാവിന് പ്രസക്തിയേറുന്നത്. മറ്റുള്ള ഏത് നേതാക്കളെ വെച്ച് നോക്കിയാലും ശോഭാ സുരേന്ദ്രനാണ് ജനപിന്തുണയുള്ളത്. അത് പ്രവർത്തകർക്കിടയിലായാലും പൊതുജനങ്ങൾക്കിടയിലായാലും. എപ്പോഴും ശോഭാ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്ന ബി.ജെ.പി. നേതാക്കളുടെ രീതി ശോഭാ സുരേന്ദ്രന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ പല സന്ദർഭങ്ങളിൽ തഴഞ്ഞപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ അത് രൂക്ഷ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കുമ്മനം രാജശേഖരനും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ ഒറ്റ വാശിയിലാണ് കൃഷ്ണകുമാർ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായത്. കൃഷ്ണകുമാർ മത്സരിക്കുന്നതിനെ എതിർത്തതാണ് സന്ദീപ് വാര്യരുമായുള്ള വിഷയമുണ്ടായതും അദ്ദേഹം പാർട്ടി വിടുന്നതിലേക്ക് കാര്യങ്ങളെത്തിയതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ നേടിയതിനേക്കാൾ 10,671 വോട്ടുകൾ കുറവായിരുന്നു കൃഷ്ണകുമാറിന്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ലഭിക്കുമായിരുന്ന വ്യക്തിപരമായ വോട്ടുകൾ കൂടി കൃഷ്ണകുമാർ നഷ്ടപ്പെടുത്തി. ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ അത് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നുറപ്പാണ്. ഖുശ്ബു ഉൾപ്പെടെയുള്ള വനിതകളെ തടയുന്നു എന്ന ആരോപണത്തിലും ബി.ജെ.പിക്ക് ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടാൻ കഴിയും. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതുവരെ ഒരു വനിത എത്തിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വലിയ തോതിൽ ഉയർന്നിരുന്നു. നേതൃമാറ്റം വേണമെന്ന് കെ സുരേന്ദ്രനോട് എതിർപ്പുള്ളവർ കുറെ കാലമായി ആവശ്യപ്പെടുന്നുമുണ്ട്. 2021 ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 1.5 മാസത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്നത് മനസാക്ഷിയുള്ള ആരും മറന്നിട്ടുണ്ടാകില്ല. മുട്ടിലിഴഞ്ഞും പട്ടിണി കിടന്നും തലമുണ്ഠനം ചെയ്തും ശവപ്പെട്ടിയിൽ കിടന്നും കഴുത്തിൽ കുരുക്കിട്ടുമൊക്കെ ഇവർ ചെയ്ത സമരം സമാനതകളില്ലാത്തതായിരുന്നു. അന്ന് അവരെ പിന്തുണച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ശോഭാ സുരേന്ദ്രൻ ഉപവാസ സമരം നടത്തി. 10 മാസത്തോളമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന അവർ അപ്രതീക്ഷിതമായിട്ടാണ് സമരപന്തലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ച് ഉപവാസ സമരം നടത്തിയത്. അവരോടൊപ്പമുണ്ടായിരുന്നത് മഹിളാ മോർച്ചയുടെ 5 മുൻ ഭാരവാഹികൾ മാത്രം. അന്ന് മാധ്യമ പ്രവർത്തകർ അവരോട് ചോദിച്ചത് പാർട്ടിയുടെ പിന്തുണയോടെയാണോ ഈ സമരം എന്നായിരുന്നു. അതിനവർ പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു: ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ബി.ജെ.പി. ആണല്ലോ. ന്യായമായ സമരം കാണുമ്പോൾ മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. കുറച്ചു സമയമെങ്കിലും ഇവിടെ വേണമെന്ന് തോന്നി. ഈ ഉത്തരത്തിൽ എല്ലാമുണ്ട്. മറ്റേത് നേതാവിന് കഴിയും ഇത്തരത്തിൽ വന്നൊരു സമരത്തിന് പിന്തുണ നൽകാൻ? ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ പോലും കുറഞ്ഞത് 10-15 പേർ ഒപ്പം വേണം. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്കെത്തിയത് എന്നോർക്കണം. ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ശോഭാ സുരേന്ദ്രനെ പോലെയാകാൻ കഴിയൂ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,087 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ
2,48,000 വോട്ടുകൾ നേടി. 2019 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP നേടിയത് 92,000 വോട്ടാണെന്ന് ഓർക്കണം. ആ സ്ഥാനത്താണ് 1,56,000 വോട്ടുകളുടെ വർധനവുണ്ടാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. 2024 ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടെങ്കിലും 11% വോട്ട് വർദ്ധിപ്പിച്ച് ആലപ്പുഴയെ BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ABVPയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ശോഭ പിന്നീട് മുഴുവൻ സമയ BJP പ്രവർത്തകയായി മാറുകയായിരുന്നു. ഭാരതീയ ജനതാ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, BJP സംസ്ഥാന സെക്രട്ടറി, BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, BJP സംസ്ഥാന കോർ കമ്മിറ്റി അംഗം എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയാൽ അത് പാർട്ടിക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്നുറപ്പാണ്. സ്ത്രീകളുടെ മാത്രമല്ല സാധാരണക്കാരായ പൊതുജനങ്ങളുടെയും സ്പന്ദനമറിയാവുന്ന ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത് ഗുണം ചെയ്യുമെന്നുറപ്പാണ് പാർട്ടിക്കും നാടിനും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.